മനുഷ്യ പിശാചുക്കളുടെ രൂപത്തിൽ ആടുന്ന ഒരുപാട് പിശാചുക്കള്, മനുഷ്യ പിശാചുക്കള്, ഭൂതപിശാചുക്കളുടെ രൂപത്തിൽ ആടുന്ന ഒരുപാട് മനുഷ്യ പിശാചുക്കൾ നമ്മുടെയൊക്കെ നാട്ടിലുണ്ട്. വേങ്ങരയിലുണ്ടെന്നല്ല ഞാൻ പറയുന്നു. പക്ഷേ ഈ കല്യാണം മുടക്കുന്ന വൃത്തികെട്ട പണി നമ്മൾ ഒഴിവാക്കണം. വൃത്തികെട്ട പണി ഒഴിവാക്കണം. ഇത്തരം വസ്വാസികളും ദുർബോധങ്ങളുമായി നമ്മൾ നടക്കാൻ പാടില്ല. നമ്മൾ പിശാചായി മാറാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, വേറുള്ളവരെ പിശാച് എന്ന് പേരിട്ട് വിളിക്കാതെ സ്വയം പിശാചാണോ എന്ന ഒരു തീരുമാനം നിങ്ങളുടെ സ്വന്തം നഫ്സിനോട് ഒരു ചെറിയ വിചാരണ നടത്താൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഇത്തരം ഏർപ്പാടുകൾ എടുത്തിട്ടുണ്ടോ ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്നു. ഒരിക്കൽ ഈ പള്ളിയിലൊരു പരിപാടിക്ക് വേണ്ടി വന്നപ്പോൾ, കുറ്റാളൂർ പള്ളിയിൽ ഒരു പരിപാടിക്ക് വേണ്ടി വന്നപ്പം തങ്ങൾ വളരെ വികാരഭരിതനായി പറഞ്ഞിരുന്ന ഒരു വിഷയമായിരുന്നു. ഞാൻ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. കാരണം അത്രത്തോളം ഈ വിഷയത്തിൽ വികാരഭരിതനായത് തങ്ങൾ മാത്രമാണ് ഞാൻ കണ്ട്. കല്യാണം മുടക്കുന്നവർക്കെതിരെ ശക്തമായൊരു താക്കീത് ഒറ്റ വാക്കിൽ പറഞ്ഞു വെച്ചു. കാരണം ശല്യം കൊണ്ട് കുടുങ്ങിയിട്ട് പലരും വന്ന് പറഞ്ഞിട്ടാണത് പറയേണ്ടി വന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ തരം ഏർപ്പാടുകൾ നടത്തുന്നവരാണ് മനുഷ്യന്മാരുടെ കൂട്ടത്തിലെ പിശാച്. ഇതിൽ നിങ്ങൾ പെട്ടുപോകരുത്. പിന്നെയോ നല്ലത് മുടക്കുക, ഇത്തരം ഏർപ്പാടുകളൊക്കെ മുടക്കാൻ, അതുപോലെ തന്നെ നല്ല കാര്യങ്ങളൊക്കെ മുടക്കാൻ വേണ്ടി നടക്കുമ്പോൾ നമ്മൾ ഓർക്കുക, നല്ലത് മുടക്കൽ പിശാചിന്റെ പണിയാണല്ലോ, ഞാൻ മനുഷ്യ പിശാചായിക്കൂടാ എന്ന് ചിന്തിക്കേണ്ടതാണ്. പിന്നെയോ പിശാചിന്റെ പണി എന്താ? ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രതികരണത്തിൽ നിന്ന് ഇന്നലെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് പിശാചിന്റെ ഒരു ഏർപ്പാട്. അതെന്തേ? ഉമർ റളിയല്ലാഹുവിന് ഉറക്കം അങ്ങനെ ഖുർആൻ ഓതി. റസൂലുള്ളാഹി ചോദിച്ചാൽ എന്തിനാ ഉറക്കം ഓതുന്നത്? എന്താ മറുപടി പറഞ്ഞത്? അസ്ജുറു ബിഹ ശൈത്താൻ, നബിയെ ഞാനതുകൊണ്ട് ശൈത്താനിനെ വിരട്ടുകയാണ്. പിശാചിന്റെ ഒരു സ്വഭാവമാണ്. ഹദീസിലൊക്കെ ഉണ്ട്, എന്ത്? ഖുർആൻ കേൾക്കുന്നിടത്ത് ഇവൻ ഓടും, ഖുർആനിന്റെ ശബ്ദം കേൾക്കുന്നിടത്തോളം ഇവൻ ഓടും. ഇതാണ് പിശാചിന്റെ അവസ്ഥ. അപ്പൊ മനുഷ്യ പിശാച് ആരാണെന്ന് വേഗം തിരിച്ചറിയാം. ഒരു സദസ്സിൽ ഒരിക്കൽ എനിക്കിത് പെട്ടെന്ന് പിടുത്തം കിട്ടി. കാരണം ഒരു സദസ്സിൽ ഒരിക്കലൊരു മരിച്ച സദസ്സ, അവിടെ ഈ ആളെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് ഒക്കെ പൂർണ്ണമായപ്പോൾ ഒരാൾ പുറത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഉസ്താദെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇയാൾ അൽ ഫാത്തിഹ എന്ന് വിളിച്ചു. അപ്പൊ എല്ലാവരും ഫാത്തിഹ ഓതി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പിന്നെ യാസീൻ തുടങ്ങി, യാസീൻ വൽ ഖുർആനിലാക്കി. ഈ അൽ ഫാത്തിഹ എന്ന് വിളിച്ച് യാസീനോട് തുടങ്ങിയപ്പോഴേക്ക് എല്ലാ ആളുകളും അവിടെ ഇരുന്ന് യാസീൻ വന്നു. പക്ഷെ ഒരു 5-6 കസേരയെന്ന് കുറച്ച് ആൾക്കാർ എഴുന്നേറ്റിട്ട് അങ്ങോട്ട് വായക്കുണ്ടയിലും കുപ്പയിലും ഒക്കെ പോയിട്ട് ഇങ്ങനെ മാറിയിരുന്നു. ഖുർആനോത്ത് കേട്ടപ്പോൾ പോണ ആളുകൾ ഇവരാണ് മനുഷ്യ പിശാചുക്കൾ. വിഷമിക്കണ്ട, അതൊക്കെ തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത്. ഈ കൂട്ടത്തിൽ നമ്മൾ പെട്ടുകൂടാ, ഈ കൂട്ടത്തിൽ നമ്മൾ പെട്ടുകൂടാ. ഇത്തരം വൃത്തികെട്ട മനുഷ്യരില്ല. ഇതാണ് ശയാത്തീനുൽ ഇൻസി വൽ ജിൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ മനുഷ്യ പിശാചാവാൻ പാടില്ല. ആ തരം കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ കഴിയണം. ഇവരുടെ ദുർബോധങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയണം. ഇതാണ് വഖാലിഫിൻ നഫ്സ വശൈത്താന വഅസിഹിമാ വഇൻഹുമാ മഹദാക നുസ്ഹ ഫത്തഹിമി വലാ തുതിഉ മിൻഹുമാ ഖസ്മൻ വലാ ഹകമ فأنت تعرف كيد الخصم والحكم أستغفر الله من قول بلا عمل لقد نسبت به نسلا لذي حكم. നമ്മുടെ ആത്മീയ ഗുണങ്ങൾക്ക് വേണ്ട, നമ്മുടെ ആത്മീയ ഗുണത്തിനുപകരിക്കുന്ന ഒരുപാട് ഉപദേശ നിർദ്ദേശങ്ങൾ ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു തന്നു. അത് തന്നതിന്റെ ശേഷം ബഹുമാനപ്പെട്ടവർ നമ്മുടെ മുമ്പിൽ കൊച്ചാവുകയാണ്. മോനെ, ഞാൻ നിന്നെ ഉപദേശിച്ചു, ശരിയാ, നീ പിശാചിനെ അനുസരിക്കരുതെന്ന് പറഞ്ഞു, നഫ്സിനെ അനുസരിക്കരുതെന്ന് പറഞ്ഞു, നിന്റെ ഇച്ഛാശക്തിയെ, ഇവരോടൊക്കെ നീ പൊരുതണം, സമരം ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ ഇതൊക്കെ പറയുമ്പോ എനിക്ക് വല്ലാത്ത മനസാക്ഷി കുത്തുമോനെ. അതെന്താ? അസ്തഗ്ഫിറുല്ലാഹ മിൻ ഖൗലിൻ ബിലാ അമലി, കർമ്മമില്ലാത്ത വാക്കിനെ തൊട്ട് ഞാൻ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കുന്നു. ഇതൊന്നും പാവപ്പെട്ട ബൂസീരി ചെയ്യാതെയാണല്ലോ നിങ്ങളോട് ചെയ്യാൻ പറയുന്നത്. സുബ്ഹാനല്ലാഹ്, ഇമാം ബൂസീരിയുടെ വിനയമാണിത്. ഇതാ ഞാൻ പറഞ്ഞത്, സൂഫിയാക്കളുടെ ഭാഷ മനസ്സിലാക്കണം. സൂഫിയാക്കളുടെ സ്വഭാവം ഇങ്ങനെയാണ്. എല്ലാം തികഞ്ഞവരെന്ന തന്നെ പൊക്കി സ്വഭാവം സൂഫികൾക്കുണ്ടാവില്ല. അവരൊന്നിനും കൊള്ളരുതാത്തവരാണെന്നാ അവർക്ക് തോന്നുക. അതാണ് ഇമാം ബൂസീരി. എന്നിൽ എത്ര തന്നെ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണെങ്കിലും ഇമാം ബൂസീരിക്ക് തോന്നുന്നു ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിനയ
ദിവസേന ഇസ്തിഗ്ഫാറുകൾ ഇഷ്ടം പോലെ വട്ടം ചൊല്ലി എന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്, 100 കണക്കിന് പ്രാവശ്യം ഓരോ ദിവസവും ഇസ്തിഗ്ഫാർ ചൊല്ലി എന്ന് കാണാൻ കഴിയുന്നത്. കാരണം ഇത് മഹാന്മാരുടെ സ്വഭാവമാണ്. അതേസമയം 1000കണക്കിന് പാപം ചെയ്താലും ഒരു തവണ പോലും അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞ് നാവ് മടക്കി നിവർത്താത്ത മനുഷ്യൻ, അവന് തോന്നും നബി 100 ഇസ്തിഗ്ഫാർ ചെയ്തു എന്ന് പറയുമ്പോൾ ചുരുങ്ങിയതൊരു 100 തെറ്റെങ്കിലും ചെയ്യണ്ടേ. അത് അവന്റെ കുറവാണ്, അവന്റെ പോരായ്മയാണ്. അസ്തഗ്ഫിറുല്ലാഹ മിൻ ഖൗലിൻ ബിലാ അമലി, അമലില്ലാത്ത വാക്കിനെന്തർത്ഥം? ലഖദ് നസബ്തു ബിഹി നസ്ലൻ ലിദീ ഉഖുമി. അമല് ചെയ്യാതെ, ഞാൻ സ്വയം അമല് ചെയ്യാതെ ഞാൻ നിങ്ങളോട് ചെയ്യൂ എന്ന് പറയുമ്പോ ലഖദ് നസബ്തു ബിഹി നസ്ലൻ ലിദീ ഉഖുമി, വന്ധ്യത ബാധിച്ച ആൾക്ക് മക്കളുണ്ടെന്ന് പറയുന്ന ഏർപ്പാടാണിത് എന്ന് പറഞ്ഞാൽ, കുട്ടികൾ ഉണ്ടാകാത്ത ഒരാൾക്ക്, എത്രയായാലും കുഞ്ഞുങ്ങളില്ലാത്ത ഒരാൾക്ക് കുട്ടിയുണ്ടായി എന്ന് കുട്ടിയെപ്പറ്റി ഇത് ഓന്റെ മകനാണ് എന്ന് പറയുന്നത് എത്ര വലിയ അക്രമ. ഇതേ രൂപത്തിലാണ് ഞാൻ ചെയ്യാത്ത കാര്യം നിങ്ങളോട് ചെയ്യാൻ പറയാന്ന് പറഞ്ഞാൽ കുട്ടികളില്ലാത്തവന് കുട്ടികളുണ്ടെന്ന് പറയും പോലെയാണ്. കാരണം എനിക്കാദ്യം ഈ പണികളൊന്നുമില്ല, എന്നിട്ടാ ഞാൻ നിങ്ങളോട് ചെയ്യൂ. ആത്മാവിനെ ശുദ്ധീകരിക്കൂ, ശൈത്താനോട് പൊരുതൂ എന്ന് പറയുന്നത് സുഹൃത്തെ ഇമാം ബൂസീരിയുടെ വിനയമാണ് കേട്ടോ. അങ്ങനെ തന്നെ വായിക്കാവൂ. ലഖദ് നസബ്തു ബിഹി നസ്ലൻ ലിദീ ഉഖുമി. ഇതുകൊണ്ട് വന്ധ്യത ബാധിച്ചവന് മക്കളുണ്ടെന്ന് ചേർത്തി പറയുന്ന വൃത്തികെട്ട പണിയാണ് ഞാൻ ഈ ചെയ്തത്. അതല്ലേ ഞാൻ ചെയ്തത്. അതുകൊണ്ട് ഞാൻ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നു. അമർതുകൽ ഖൈറ ലാകിൻ മഅ്തമർതു ബിഹി, ഞാൻ നിന്നോട് ഒരുപാട് നല്ല കാര്യങ്ങൾ കൽപ്പിച്ചു. അമർതുകൽ ഖൈറ, ഞാൻ നിന്നോട് ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് ഉപദേശിച്ചു. പക്ഷേ മഅ്തമർതു ബിഹി ലാകിൻ, പക്ഷേ മഅ്തമർതു ബിഹി, ആ നന്മ ഞാൻ ആദ്യം ഉൾക്കൊണ്ടില്ല. ആ നന്മ ഞാൻ സ്വയം അത് എൻ്റെ ജീവിതത്തിൽ ചെയ്യാതെയാണ് നിന്നോട് ഞാനത് കൽപ്പിച്ചത്. ആ നന്മ ഉൾക്കൊള്ളാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. വമസ്തഖംതു, ഞാൻ നേരെ ചൊവ്വേ നിന്നില്ല. ഫമാ ഖൗലീ ലക ഇസ്തഖിമി, ഫമാ ഖൗലീ ലക, പിന്നെ എന്റെ വാക്കിനെന്തർത്ഥം? നിന്നോട് ഞാൻ പറയുന്നതിനെന്തർത്ഥം? ഇസ്തഖിമി, നീ നേരെ നിൽക്ക. ഇസ്തഖിം, നീ നേരെ നിൽക്കുന്നത് നിന്നോട് ഞാൻ പറയണമെങ്കിൽ ഞാൻ ആദ്യം നേരെ നിൽക്കണ്ടേ? നിന്നിട്ടില്ല. ഇമാം ബൂസീരിയ പറയുന്നത് അതാണ്. ഇമാം ബൂസീരി കൊച്ചാകുന്ന ചിത്രം നിങ്ങൾ കണ്ടില്ലേ? കഴിഞ്ഞില്ല. അടുത്ത ബൈത്തും കൂടെ പറഞ്ഞിട്ട് നമുക്കത് വിശദീകരിക്കാം. വലാ തസവ്വതു ഖബ്ലൽ മൗതി നാഫിലതൻ, മരിക്കുന്നതിന്റെ മുമ്പ് ഞാൻ സുന്നത്തായ കർമ്മങ്ങളൊന്നും ചെയ്തു പോയില്ലല്ലോ. വലാ തസവ്വതു ഖബ്ലൽ മൗതി നാഫിലതൻ വലം മുസല്ലി സിവാ ഫർളിൻ വലം നസുമി, ഫർളല്ലാതെ ഒരു റക്അത്ത് പോലും ഞാൻ നിസ്കരിച്ചില്ല. വലം നസുമി, ഫർളായ നോമ്പുമല്ലാതെ മറ്റു സുന്നത്ത് നോമ്പുകളൊന്നും ഞാൻ അനുഷ്ഠിച്ചില്ല. ഫർളല്ലാതെ ഞാൻ നിസ്കരിക്കുകയോ നോൽക്കുകയോ ചെയ്തിട്ടില്ല. വലം ഉസല്ലി വലം അസുമി സിവാ ഫർളിൻ, ഫർളല്ലാതെ ഞാൻ നിസ്കരിക്കുകയോ നോൽക്കുകയോ നോമ്പനുഷ്ഠിക്കുകയോ ചെയ്തിട്ടില്ല. സുന്നത്ത് നോമ്പുകളൊക്കെ അതിന്റെ കോളങ്ങൾ മുഴുവനും ഒഴിഞ്ഞു കിടക്കുകയാണ്. സുന്നത്ത് നിസ്കാരങ്ങളുടെ കോളങ്ങൾ മുഴുവനും ഒഴിഞ്ഞു കിടക്കുകയാണ്. എനിക്ക് നിങ്ങളോട് ഇത് പറയാൻ എന്തർഹത? ഞാനൊന്നും ചെയ്തു പോയില്ലല്ലോ. എന്തിനാണ് ഇമാം ഇവിടെ ഇസ്തിഗ്ഫാർ ചെയ്തത്? അസ്തഗ്ഫിറുല്ലാഹ മിൻ ഖൗലിൻ ബിലാ അമലി, ചെയ്യാത്തത് പറയുന്നതിനെ തൊട്ട് ഞാൻ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതെന്താണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ബാജൂരി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ളവർ അത് നന്നായി വിശദീകരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ ചോദിച്ചു, ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ, നിങ്ങൾ ചെയ്യാത്തത് എന്തിനാ നിങ്ങൾ പറയുന്നത്? കബുറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലൂ മാ ലാ തഫ്അലൂൻ, നിങ്ങൾ ചെയ്യാത്തത് നിങ്ങൾ പറയലാണ് അല്ലാഹുവിന്റെ അടുത്ത് ഏറ്റവും വലിയ തെറ്റ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുപോലെ തന്നെ അള്ളാഹു ചോദിക്കുന്നു, നിങ്ങൾ ജനങ്ങളോട് നന്മ കൊണ്ട് കൽപ്പിച്ച് നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തിൽ നിങ്ങൾ ആ നന്മ വെടിയുകയോ നിങ്ങളുടെ സ്വന്തം ശരീരത്തിന്റെ കാര്യം നിങ്ങൾ മറന്നുപോവുകയോ എന്ന് ചോദിക്കുന്നു. അപ്പോ ആരായിരിക്കണം? സാരോപദേശം നടത്തുന്നയാള്, ഗുണദോഷിക്കുന്നയാള്, അയാളുടെ സ്വകാര്യ ജീവിതം ആദ്യം നന്നാവണം, അല്ലെങ്കിൽ സംഗതി അപകടമാണ്. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ പരലോകത്തേറ്റവും പാപ്പറായ ഒരാൾ വരാനുണ്ട്. അവനാരാ? ഈ ഭൂമിയിൽ വഅദ് പറഞ്ഞവൻ,
ജനങ്ങളെ ഉത്ബോധിപ്പിച്ചവൻ, അവൻ നാളെ പരലോകത്തേക്ക് കടന്നു വരും. കോടാനക്കോടി മനുഷ്യരുടെ കൂട്ടത്തില് അവൻ അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ എന്താ? അവന്റെ കുടൽമാല പുറത്തേക്ക് ചാടും. അവന്റെ കുടൽമാല പുറത്തേക്ക് ചാടിയിട്ട് ആസിൻകല്ലിന്റെ ചുറ്റും അതാ കഴുത വലയം വെക്കുന്നത് പോലെ കുടൽമാലയും വലിച്ചവനിങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കും. അവൻ കറങ്ങുമ്പോ ഈ വലിയ കുടൽമാലയും വലിച്ചിട്ട് അവനിങ്ങനെ കറങ്ങേണ്ട ഒരു ഗതികേടുണ്ടാകും. ഇത് കാണുമ്പം ഇവിടെ വാഴ്ന്നു പറഞ്ഞവനാണ്, ഉപദേശിച്ചവനാണ്. അവനെ കാണുമ്പോ ഇതൊക്കെ ഓർമ്മയുള്ള കൂട്ടുകാർ ചോദിക്കും, അല്ലടോ നിനക്കിങ്ങനെ ഒരു ഗതികേട് എന്തുകൊണ്ടുവന്നു? നിങ്ങൾ വാഴ്ന്നു പറഞ്ഞിരുന്നില്ലേ? നിങ്ങൾ ക്ലാസ് എടുത്തിരുന്നില്ലേ? എന്ന് ചോദിക്കുന്ന സമയത്ത് അതാ ഈ മനുഷ്യൻ പറയുമത്ര ശരിയാണ്, പക്ഷേ നിങ്ങളോട് പറഞ്ഞു എന്നല്ലാതെ ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല, അല്ലാഹു എനിക്ക് തന്ന ശിക്ഷയാണ് എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്നെ പോലത്തെ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട വിഷയമാണിത്. ഇമാം ബൂസീരി പറയുന്നത് വിനയം കൊണ്ടാണ്. ഇമാം ബൂസീരി പറഞ്ഞതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മളെ പോലെയുള്ള സാധുക്കൾക്ക് ഇന്ന് നിങ്ങളോട് ഈ പറയുന്നത് ചെയ്യാൻ പലപ്പോഴും സ്വകാര്യ ജീവിതത്തിൽ സാധിക്കുന്നില്ല. ജനങ്ങളെ ഉത്ബോധിപ്പിച്ച് സ്വന്തം ശരീരത്തിന്റെ കാര്യം മറന്നുപോകുന്നു പലപ്പോഴും. അർഹമുർ-റഹീമായ റബ്ബേ, ഈ രൂപത്തിൽ സാധുക്കളായ ഞങ്ങളെ നീ മാനം കെടുക്കരുത് റഹ്മാനെ. റബ്ബേ, ഞങ്ങളെ നീ മാനം കെടുക്കരുത് റഹ്മാനെ. നന്മയോടുള്ള അടങ്ങാത്ത ആവേശം ഞങ്ങൾക്ക് നൽകി നല്ലതൊക്കെ ചെയ്യാനും പ്രവർത്തിക്കാനും പറയാനുമുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. പഠിച്ചവനെ, പറയുന്നത് ചെയ്യാത്ത ദുഷിച്ച വിഭാഗത്തിൽ ഞങ്ങളെ നീ പെടുത്തരുത് റഹ്മാനെ. ഇത് പറയുമ്പോൾ ഒരു ചോദ്യം സ്വാഭാവികമായും ഇവിടെ വരുന്നുണ്ട്. അതെന്താ? ചെയ്യാത്ത കാര്യം പറയാൻ പറ്റുമോ പറ്റൂലേ? അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പറയുന്നത് പറയണമെന്നാണ്. കാരണം എന്താ? ഈ പറഞ്ഞത് പറയുന്നയാള് അമലു ചെയ്തില്ലെങ്കിൽ അതിന്റെ ഫലം ജനങ്ങളിൽ കാണില്ല. അതുകൊണ്ട് തന്നെ പറയുന്നയാൾ ആദ്യം നന്നാവണം എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. നിർബന്ധമായി നന്നായേ പറ്റുള്ളൂ, അല്ലെങ്കിൽ അമല് ചെയ്യാത്തതിനുള്ള ശിക്ഷ അയാൾക്ക് ലഭിക്കും, കടുത്ത ശിക്ഷ കൊടുക്കും. ഇതൊക്കെ അറിഞ്ഞിട്ടും ചെയ്തില്ലല്ലോ എന്നുള്ള നിലക്ക് പറഞ്ഞതിന് ശിക്ഷ കിട്ടില്ല എന്നാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് പറയുന്നത്. ബഹുമാനപ്പെട്ട ഇമാം ബാജൂരി അത് രണ്ടും പറയുന്ന. ഇവിടെ ഇസ്തിഗ്ഫാർ ചെയ്തത് എന്തിന്? ഈ പറഞ്ഞതിനാണോ? തന്റെ കൂട്ടുകാരോട് പറഞ്ഞുപോയി, ചെയ്യാതെ പറഞ്ഞുപോയി അല്ല, അമല് ചെയ്യാത്തതിനാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഇസ്തിഗ്ഫാർ ചെയ്തത്. രണ്ടിനുമാണെന്ന് വെക്കാം. രണ്ടാമത്തതിനെ കുറിച്ച് മഹാനവറുകൾ പറഞ്ഞു, വഹാദാഹു വൽ മുവാഫിഖു ലിമദ്ഹബി അഹ്ലിസുന്നത്തി വൽ ജമാഅ. ഇതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസത്തോട് മദ്ഹബിനോട് യോജിക്കുന്ന അഭിപ്രായം. കാരണം എന്താ? പറയലൊരു നന്മയാണ്. ചെയ്യാതിരിക്കുക എന്നത് അതൊരു കുറ്റമാണ്. അതുകൊണ്ട് പറയുക എന്നത് അത് സ്വയം തന്നെ ഒരു നന്മയാണ്. അങ്ങനെ ചെയ്യുന്നത് മാത്രമേ പറയാൻ പറ്റൂ എന്ന് വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ ആധുനിക പ്രബോധകർ പലപ്പോഴും എന്തായിരിക്കുമെന്ന് ദീനിന്റെ അവസ്ഥ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഒക്കെ ചെയ്തിട്ടേ പറയാൻ പറ്റൂ എന്ന് വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ ദീനിന്റെ അവസ്ഥ വളരെ ശുഷ്കിച്ചു പോകും. അതുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു പറയണം. പക്ഷേ പറഞ്ഞയാൾ അത് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാത്തതിന്റെ പേരിൽ അയാൾക്ക് ശക്തമായ ശിക്ഷ കിട്ടും. പറഞ്ഞിട്ടില്ലെങ്കിൽ പറയാത്തതിന് വേറെയും കിട്ടും. അതുകൊണ്ട് ഞാൻ പറയാനില്ല, ഞാൻ ചെയ്യാനുമില്ല എന്നുള്ള ആ നയം പറ്റില്ല. പറയാനുമില്ല, ചെയ്യാനുമില്ല, അത് പറ്റൂല. പറയണം, എന്നിട്ട് ചെയ്യണം. ഇതാ വേണ്ടത്. ചെയ്യാതെ പറയുന്നത് ഗുണം തന്നെയാണ്. പക്ഷേ ചെയ്യാത്തതിനുള്ള ശക്തമായ ശിക്ഷ അവന് കിട്ടും. അതാണ് നേരത്തെ പറഞ്ഞ ആയത്തുകളുടെയൊക്കെ താക്കീദിന്റെ അർത്ഥം. ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ കബുറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലൂ മാ ലാ തഫ്അലൂൻ. അല്ലാതെ പറയരുതെന്നല്ല, ഞാൻ ചെയ്യാത്തത് കൊണ്ട് ഞാൻ പറയരുത് എന്നല്ല. എത്രത്തോളം എന്നറിയോ നിങ്ങൾ? മാമ്പാജൂരി പറഞ്ഞു. ഇതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പറഞ്ഞത്, ഒരാൾ ഒരു വേശ്യയുമായി വ്യഭിചരിക്കുന്ന സമയത്ത് എടി നിന്റെ മുഖം മറക്ക്, അന്യസ്ത്രീയുടെ മുഖം കാണാൻ പറ്റില്ലല്ലോ, അവന്റെ ഏർപ്പാടെന്താ? ഒരുതാര. അപ്പൊ പറയാൻ അന്യ പെണ്ണിന്റെ മുഖം കാണാൻ പാടില്ല, നിന്റെ മുഖം മറക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ഈ പറഞ്ഞതിനുള്ള പ്രതിഫലം അവന് കിട്ടുമെന്ന് മഹാന്മാർ പറഞ്ഞത് അംറും ബിൽ മഅറൂഫിന്റെയും നഹിയുൻ അനിൽ മുൻകറിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് വിരൽ ചൂണ്ടുന്ന ഭാഗമാണ് എന്ന് മഹാനായ ഇമാം ബാജൂരി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ബൈത്തിന്റെ വിശദീകരണം പറഞ്ഞെടുത്ത് പറയുന്നത് കാണാം. അതുകൊണ്ടാ പറഞ്ഞത് പറയണം. പക്ഷേ പറഞ്ഞിട്ടും അത് അറിഞ്ഞിട്ടും ഒക്കെ ചെയ്യാത്തവന്റെ ഗതി മോശാണ്. പക്ഷെ അത് കരുതി പറയാതെ ഒഴിഞ്ഞു മാറാനല്ല, ഞാൻ പറയാനും ചെയ്യാനുമില്ലെന്ന ലെവല് അതൊരിക്കലും പറ്റില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ടവർ അതാ നമ്മളോട് പറഞ്ഞതെല്ലാം ചെയ്തിട്ടാണ്. പക്ഷേ നമുക്കൊക്കെ വേദനിക്കാനും കണ്ണീരൊഴുക്കാനും അവസരങ്ങളുണ്ട്.
പ്രിയപ്പെട്ട കൂട്ടുകാരെ, അതുകൊണ്ട് ബഹുമാനപ്പെട്ടവർ സുന്നത്ത് ഇഷ്ടം പോലെ നിസ്കരിച്ചിട്ടാ പറഞ്ഞത്. ഞാൻ ഫർളല്ലാതെ നോമ്പും നിസ്കാരവും എടുത്തില്ലല്ലോ. ഇത്രയും അങ്ങ് പറഞ്ഞ് ഇപ്പൊ ബഹുമാനപ്പെട്ടവർ എവിടെ എത്തി? നിങ്ങൾ ശരിക്കും ചിന്തിക്കണം. നമ്മുടെ ഇമാം ഇപ്പോഴുള്ളത് എവിടെയാണ്? ആദ്യം തന്റെ അനുരാഗച്ചൂട് ജനങ്ങളെ അറിയിച്ചു. എന്നിട്ട് അനുരാഗച്ചൂട് അറിയിച്ചിട്ട് ജനങ്ങൾക്ക് ഞാൻ ഒരു മോശപ്പെട്ടവനായി പോയെന്ന് ചിത്രീകരിച്ചു, കുറ്റബോധം പ്രകടിപ്പിച്ചു. എന്നിട്ട് ജനങ്ങളോട് നന്നാവാൻ വേണ്ട ആവശ്യങ്ങൾ ബഹുമാനപ്പെട്ടവർ അതാ സഹൃദയ മനസ്സോടെ അതാ ബഹുമാനപ്പെട്ടവർ എന്നെയും നിങ്ങളെയും ഉണർത്തി. അത് കഴിഞ്ഞിട്ട് മഹാനവറുകൾ ചോദിക്കുന്നത്, ഞാൻ എന്നോട് പറഞ്ഞല്ലേ, ഞാനിതൊന്നും ചെയ്യാതെ പോയല്ലോ, അള്ളാഹു എനിക്ക് പുറത്തു തരട്ടെ. അത് കഴിയുമ്പോഴേക്ക് മഹാനവറുകൾ ഇതൊക്കെ അങ്ങ് കഴിഞ്ഞപ്പം പ്രവാചകനെവിടെ, താനെവിടെ, രണ്ടുപേരെയും ഇങ്ങനെ ചേർത്തി വായിക്കുമ്പം ആ നിലക്ക് നോക്കുമ്പം ഇതിന് കുഴപ്പവുമില്ലല്ലോ. അള്ളാഹുവിന്റെ ഹബീബിനോട് ഇമാം ബൂസീരി തുലനം ചെയ്ത് പറയുമ്പം എന്തായാലും ആരും ഹബീബിന്റെ പിന്നിലല്ലേ. അപ്പം താനെവിടെ, പ്രവാചകനെവിടെ എന്ന് ചോദിച്ച് സ്വയം കൊച്ചായിക്കൊണ്ട് മഹാനായ ഇമാം വീഴ്ചകൾ തന്നിലേക്ക് ചേർത്തി പറയുന്നതിലൂടെ തന്റെ അനുവാചകരെ കയ്യിലെടുക്കുകയാണ്. ഞാനെല്ലാം തികഞ്ഞവനാണ്, നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ അത് കേൾക്കാൻ അത്ര മനസ്സുണ്ടാവില്ല. ജ്ഞാനികളുടെ സ്വഭാവം മറിച്ചാണ്. ഞാനും നിങ്ങളുമൊക്കെ മോശക്കാരാണ്, നന്നാവണം കൂട്ടുകാരെ. പലപ്പോഴും പറയുന്ന ഞാൻ നിങ്ങളെക്കാൾ മോശക്കാരനാണ്. അങ്ങനെയാണ് മഹാന്മാർ സംസാരിച്ചിരുന്നത്. അത് കേട്ടവരെ മോശപ്പെട്ട രൂപത്തിൽ നാം ചിത്രീകരിക്കാൻ പാടില്ല. അതങ്ങ് കഴിഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവരതാ അല്ലാഹുവിന്റെ ഹബീബിനെ മദ്ഹ് ചെയ്യാൻ തുടങ്ങുകയാണ്. വലം തുസുന്നതമൻ അഹിയവ്വലാമ ഇലാ അനിഷ്തകത് ഖദമാ ഹുർറമിൻ വറമീ. പഠിച്ചവനെ, സുന്നത്ത് നിസ്കാരങ്ങളുടെ ലിസ്റ്റ് കൂടുതൽ കയ്യിലില്ലാത്ത ഞാൻ എന്റെ സുന്നത്ത് നിസ്കാരങ്ങളുടെ കോളങ്ങൾ ഒഴിഞ്ഞു കിടക്കുന്നു. അതാ സുന്നത്ത് നോമ്പുകളുടെ കോളങ്ങൾ ഒഴിഞ്ഞു കിടക്കുന്നു. സുന്നത്തായ കാര്യങ്ങളൊന്നും ചെയ്തില്ലല്ലോ. വലം തുസുന്നതമൻ, ഒരാളുടെ ചര്യയോട് ഞാൻ എത്ര വലിയ അക്രമമാണ് കാണിച്ചത്. അഹിയവ്വലാം, ആ വ്യക്തി ഇരുട്ടിനെ പ്രകാശിപ്പിച്ചയാളാണ്, ഇരുട്ടിനെ സജീവമാക്കിയയാളാണ്. അഹിയവ്വലാമ, ഏതുവരെ? അനിഷ്ടകത്ത് ഖദമാഹു, തന്റെ പാദങ്ങൾ തന്നോട് സങ്കടം പറയുന്നതുവരെ. അള്ളുറമിം വറമി, നീരുകെട്ടി വീർത്തിട്ട് കടഞ്ഞിട്ട് നിൽക്കാൻ വയ്യ, ഇനിയൊന്ന് കിടക്കണം എന്ന് മഹാനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി ആ മഹാനോട് തന്റെ കാൽപാദങ്ങൾ സങ്കടം പറഞ്ഞപ്പോഴാണൊന്ന് കിടന്നത്. അതുവരെ ദീർഘമായി നിന്ന് നിസ്കരിച്ച ആ മഹാനോട് ഞാൻ എത്ര വലിയ അക്രമമാണ് കാണിച്ചതെന്ന് ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി ചോദിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ഇവിടെയും ചിന്തിക്കുക. ഇമാം ബൂസീരി വിനയം കൊണ്ട് കൊച്ചാവുകയാണ്. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചേർത്തി പറയുമ്പോൾ ഇങ്ങനെയൊക്കെ പറയാം. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അക്ഷരാർത്ഥത്തില് പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഉള്ളും പുറവും ഒക്കെ കരിഞ്ഞുകൊണ്ട് നമുക്ക് പറഞ്ഞുകൂടെ ഇത്, പാടിക്കൂടെ ഇത് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ? അതുകൊണ്ട് നമുക്ക് മനസ്സിന്റെ ഉള്ളിൽ തട്ടി ഈ പാട്ടൊന്ന് പാടി അള്ളാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് രചിച്ച ഇമാം ബൂസീരി പഠിപ്പിച്ച സ്വലാത്തും ചൊല്ലി നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. വലം തുസുന്നതമൻ അഹിയവ്വലാമ ഇലാ അനിഷ്ടകത് ഖദമാ ഹുർറമിൻ വറമീ മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. റഹ്മുർ-റഹീമായ തമ്പുരാനെ, സാധുക്കളായ ഞങ്ങൾ ഒരുപാട് വീഴ്ചകൾ വന്നുപോയവരാണ്. നിന്റെ ഹബീബിനെ ഈ രൂപത്തിൽ നിന്റെ ഹബീബ് ചെയ്തതൊന്നും ഞാൻ ചെയ്തില്ലെന്ന് പറഞ്ഞ് ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി ഹബീബിന്റെ സുന്നത്തിനോട് ഞാൻ എത്ര വലിയ ധിക്കാരമാണ് ചെയ്തതെന്ന് ചോദിച്ചു പോയെങ്കിൽ, പറഞ്ഞു പോയെങ്കിൽ, റബ്ബേ, ഞങ്ങളെല്ലാ അർത്ഥത്തിലും ഇത് പറയാൻ അർഹരാണ്. സാധുക്കളായ ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരണം റഹ്മാനേ. സുന്നത്തായ അമലുകളുടെ കോളങ്ങൾ ഫില്ലാവാതെ കിടക്കുകയാണ്. ആ കോളങ്ങൾ ഫില്ലാക്കാനുള്ള സന്മനസ് ഞങ്ങൾക്ക് നൽകണം റഹ്മാനേ. നല്ലത് ചെയ്യാൻ, നല്ലത് പറയാൻ, നല്ലത് ചിന്തിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനേ. കണ്ടോ നിങ്ങൾ, റസൂലുള്ളാഹി തങ്ങൾ ഒരു ഹദീസിൽ കാണാം,
ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂല് അതാ നിസ്കരിച്ചു തന്റെ കാലിൽ നീര് കെട്ടി വീർക്കുന്നത് വരെ നിസ്കരിച്ചു. അങ്ങനെ അവസാനം കാല് കടഞ്ഞിട്ട് നിൽക്കാൻ കഴിയാതെ ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല, വീണു പോകുമെന്ന പോസ്റ്റിലെത്തിയപ്പം റസൂലുള്ള ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി കിടന്നു. നബിതങ്ങൾ ഈ കഷ്ടപ്പെടുന്നത് കണ്ടപ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പത്നി ബീവി ആയിഷ ചോദിച്ചത്രേ, അല്ല നബിയേ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? അങ്ങേക്ക് അല്ലാഹു വരാനുള്ളതും കഴിഞ്ഞുപോയതുമായ പാപങ്ങൾ അല്ലാഹു മറച്ചു വെച്ചിട്ടില്ലേ? നിങ്ങൾക്ക് അല്ലാഹു പാപമെന്ന ഒന്ന് നിങ്ങളുടെ ജീവിതത്തിലില്ലല്ലോ നബിയെ, അങ്ങനെയൊന്ന് നിങ്ങളെ കൊണ്ട് സംഭവിക്കില്ലല്ലോ, പിന്നെ എന്തിനാ നബിയെ നിങ്ങൾ ഈ രൂപത്തിൽ കഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചപ്പം, പാപ സുരക്ഷിതനായ നിങ്ങൾ എന്തിനു കഷ്ടപ്പെടുന്നെന്ന് ചോദിച്ചപ്പോ അവിടുന്ന് പറഞ്ഞ മറുപടി, ആയിഷ, ഞാനൊരു അബ്ദുൻ ഷകൂർ, ഞാനൊരു നന്ദിയുള്ള അടിമയാവണ്ട ആയിഷ എന്നാണ് അവിടുന്ന് മറുപടി പറഞ്ഞത്. ആവണ്ട ആയിഷ, എന്റെ റബ്ബ് എനിക്ക് എന്തെല്ലാം ഗുണങ്ങളാ ചെയ്തു തന്നത്. ഇന്നാ അഅ്തൈനാക്കൽ കൗസർ, നബിയെ നിങ്ങൾക്ക് അനേകം അനുഗ്രഹങ്ങൾ ചെയ്തയാളാണ് നാം, അതുകൊണ്ട് ഫസ്വല്ലി ലിറബ്ബിക വൻഹർ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിന് നിസ്കരിക്കണം, നിങ്ങൾ ബലിയറുക്കണം, സാമ്പത്തിക ശാരീരിക സന്നദ്ധതകൾക്ക് നിങ്ങൾ തയ്യാറാവണം, എല്ലാ നിലക്കുമുള്ള സാമ്പത്തിക ശാരീരിക സന്നദ്ധതകൾ നിങ്ങൾ ഉറപ്പുവരുത്തണം, എല്ലാ നിലക്കും സാമ്പത്തികമായും ശാരീരികമായും അള്ളാഹുവിന് വേണ്ടി കഷ്ടപ്പെടാൻ നിങ്ങൾ തയ്യാറാവണം. കാരണം നിങ്ങൾക്ക് അനേകം അനുഗ്രഹങ്ങളാണ് അല്ലാഹു ചെയ്തു തന്നത്. ഇന്നാ അഅ്തൈനാക്കൽ കൗസർ, ഒന്നും രണ്ടും മൂന്നും അനുഗ്രഹങ്ങളല്ല, ഒരുപാട് അനുഗ്രഹങ്ങൾ. നുബുവത്ത് തന്നതൊന്നാണ്, ഇസ്രാഉം മിഅ്റാജും വലിയ അനുഗ്രഹമാണ്, മുഅ്ജിസാത്തുകൾ അനേകം തന്നിട്ടുണ്ട്, ഒരുപാട് അനുഗ്രഹങ്ങൾ, നല്ല ആരോഗ്യം തന്നിട്ടുണ്ട്, ദുനിയാവിൽ ഒരുപാട് ചുറ്റുപാടുകൾ, ആഖിറത്തിൽ അല്ലാഹു മഖാമും മഹ്മൂദ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ എത്രയെത്ര, അതുപോലെ ഹൗദുൽ കൗസർ അടക്കമുള്ള ധാരാളം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തന്ന സ്ഥിതിക്ക് നിങ്ങൾ അല്ലാഹുവിനോട് നന്ദി കാണിക്കണമെന്ന് പറഞ്ഞു. ഈ ബോധമുള്ളത് കൊണ്ടാണ് നബി തങ്ങൾ ചോദിച്ചത്, ഞാൻ നന്ദിയുള്ള അടിമയാവണ്ട ആയിഷ. ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആ ബൈത്ത് വെച്ചിട്ടാണ് ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി പാടിയത്, രാത്രി മുഴുവൻ സജീവമാക്കി നിന്ന് നിസ്കരിച്ച് ഹയാത്താക്കി, തന്റെ കാലുകൾ കടഞ്ഞിട്ട് നിൽക്കാൻ വയ്യ, ഇനിയൊന്ന് കിടക്കണമെന്ന് അപേക്ഷിക്കുന്നത് വരെ, സങ്കടം പറയുന്നത് വരെ നിന്ന് നിസ്കരിച്ച ഹബീബിന്റെ ഒരാളുടെ സുന്നത്തിനോട്, ചര്യയോട് ഞാൻ എത്ര വലിയ അക്രമമാണ് കാണിച്ചത്. അതുകൊണ്ടാണ് നബിതങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇനി നബിതങ്ങൾ എങ്ങനെ മധു ചെയ്യണം? അപ്പോൾ ഒന്നാമത്തെ മധു ഹബീബിന്റെ ഇബാദത്താണ്. ഇബാദത്തിന്റെ വിഷയത്തിൽ അല്ലാഹുവിന്റെ ഹബീബിനെ തോൽപ്പിക്കാൻ ലോകത്തൊരു കുട്ടിക്കും സാധ്യമല്ല. നബിതങ്ങൾ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ഒരനർത്ഥങ്ങളും ജീവിതത്തിൽ ചെയ്തിട്ടില്ലല്ലോ, ഒരു വേണ്ടാത്തരത്തെ കുറിച്ച് ഹബീബ് ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിന് അല്ലാഹുവിന്റെ ഹബീബ് ഇങ്ങനെ കഷ്ടപ്പെടണം? ഇതാ നിങ്ങൾ ചിന്തിക്കേണ്ടത്. അപ്പൊ നമ്മൾ വല്ലാത്ത അക്രമമാണല്ലോ ചെയ്തത്. അതുകൊണ്ട് ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു മഅ്സൂമല്ല എന്ന നിലക്ക്, സാധാരണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ഔലിയാക്കളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു മഹാൻ എന്ന നിലക്ക് ബഹുമാനപ്പെട്ടവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യയോട് ഞാൻ അക്രമം കാണിച്ചു പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ബഹുമാനപ്പെട്ടവരുടെ പരിധിക്കനുസരിച്ച് പരമാവധി ബഹുമാനപ്പെട്ടവർ ചെയ്തിട്ടുണ്ട്. എന്നിട്ടാ പറഞ്ഞത്, ഞാനൊന്നും ചെയ്തില്ലല്ലോ, ഇങ്ങനെയൊന്നും നിസ്കരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ. നമുക്ക് മനസ്സിൽ തട്ടിച്ചെല്ലാനും ചിന്തിക്കാനും ജീവിതം തിരുത്താനും ഒരവസരമാണിത്. ഇനി അതാ രണ്ടാമത്തെ ബൈത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കഠിനമായ വിശപ്പാ പറയുന്നത്. ഈ രൂപത്തിൽ അർദ്ധരാത്രി വരെ നിന്ന് നിസ്കരിക്കുന്ന നബിതങ്ങള് അവിടുന്ന് ദിവസവും കഴിച്ചിരുന്നത് അടിപൊളി ഫുഡായിരുന്നോ? വയറ് നിറയെ ഭക്ഷണം കഴിച്ചതായിരുന്നോ? അല്ല, അല്ലാഹു കൊടുത്ത ഒരു ഖുവ്വത്ത് കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. വശദ്ദ മിൻ സഗബിൻ അഹ്ശാഅഹു വതബാ തഹ്തൽ ഹിജാറതി കശ്ഹം മുത്രഫൽ അദമി. വശദ്ദ മിൻ സഗബിൻ, വിശപ്പ് കൊണ്ട്
ആ ആള്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മൻ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി. ഒരാളുടെ ശരീരയോട് ഞാൻ എത്ര വലിയ അക്രമം കാണിച്ചു എന്ന് പറഞ്ഞ് തന്റെ ഓപ്പോസിറ്റിൽ മറ്റൊരാൾ നിന്ന് ആ ആളെ കുറിച്ച് സംസാരിക്കുന്നത് പോലെയാണ് പറയുന്നത്. തന്റെ നേർക്ക് നേരല്ല, തന്നെ കാണാതെ തന്റെ അഭാവത്തിൽ ഒരാളുണ്ട്, അയാളെപ്പറ്റി സംസാരിക്കുന്നത് പോലെയാ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തങ്ങളെപ്പറ്റിയായി പറയുന്നത്. എന്നിട്ട് പറഞ്ഞു, വശദ്ദ മിൻ സഗബിൻ അഹ്ശാഅഹു, വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് അവിടുത്തെ വയറ് വരിഞ്ഞു മുറുക്കി കെട്ടി. വശദ്ദ മിൻ സഗബിൻ അഹ്ശാഅഹു, വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് വശദ്ദ വരിഞ്ഞു മുറുക്കി കെട്ടി. അഹ്ശാഅഹു, തന്റെ വയറ്, തന്റെ ആമാശയങ്ങൾ വരിഞ്ഞു മുറുക്കി കെട്ടി. വയറാമാശയത്തിലേക്ക് ഒട്ടിക്കുമ്പം വിശപ്പിന് സമാധാനമുണ്ടാകും. ശരിയല്ലേ? വിശക്കുമ്പോൾ നമ്മൾ അരയിലൊരു മുണ്ട് ടൈറ്റാക്കി അങ്ങിട്ടാൽ, ബെൽറ്റ് ടൈറ്റാക്കി അങ്ങ് കെട്ടിയാൽ നമുക്കൊരു വല്ലാത്ത കുവ്വത്താണ്, ഒരു ശക്തി തോന്നലാണ്. അപ്പം വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് അല്പം ശക്തി വീണ്ടെടുക്കാൻ നബിതങ്ങള് വയറ് വരിഞ്ഞു കെട്ടി. വശദ്ദ മിൻ സഗബിൻ അഹ്ശാഅഹു വതവാ, നബിതങ്ങൾ ചുരുട്ടി വെച്ചു. തഹ്തൽ ഹിജാറത്തി, ഒരു പാറക്കല്ലിന്റെ ചുവട്ടില്. കശ്ഹൻ മുത്രഫൽ ലദമി, റോസാപ്പൂവിനെ പോലെ ഓമനത്വം തുളുമ്പുന്ന തന്റെ തൊലി, ആ തൊലിയുള്ള കശ്ഹൻ ഊരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കല്ലിന്റെ താഴ്ഭാഗത്ത് ചുരുട്ടി വെച്ചു. മുത്രഫല്ലദമി, നല്ല മിനുസമുള്ള ചർമ്മമുള്ള ഊരയാണ് നബിതങ്ങളുടെ ഊര. മിനുസമുള്ള നിർമ്മലമായ ധർമ്മമുള്ള ആ ഊരയെ നബിതങ്ങൾ പരുപരുത്ത കല്ലിന്റെ ചുവട്ടിൽ കെട്ടിവെച്ചു. ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശപ്പടക്കാൻ വേണ്ടി ഒപ്പിച്ച വേലകൾ വർണ്ണിച്ചു പറയുകയാണ്. തഹ്തൽ ഹിജാറത്തി കശ്ഹൻ മുത്രഫൽ ലദമി, ഹബീബിന്റെ ഓമനത്വം തുളുമ്പുന്ന ആ ശരീര ധർമ്മം, അത് കേൾക്കുമ്പോഴേക്കന്നെ അവിടെയൊന്നും പാറ കൊണ്ടുപോയി വെച്ചുകൂടെന്ന് നമുക്ക് തോന്നും. അതാ പറയുന്നത്, അത്രയും മിനുസമുള്ള ആ ശരീരത്തിൽ പരിവരുത്ത കല്ല് വലിച്ച് കെട്ടി, എന്നിട്ട് വയറ് മുറുക്കി കെട്ടി, ടൈറ്റാക്കി കെട്ടി. വിശപ്പ് സഹിക്കാൻ കഴിയാഞ്ഞിട്ട് ആ നേതാവിന്റെ ചരിയോട് എത്ര വലിയ ക്രമമാണ് ഞാൻ ചെയ്തത്. അബേ, ഞാൻ സുന്നത്തായ അമലുകളൊന്നും ചെയ്തു പോയില്ലല്ലോ. എന്റെ ഹബീബ് ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ട് എന്നിട്ടും അവിടുന്ന് യാതൊരു വിഷമവുമില്ലാതെ യഥാ ദീനീ കാര്യങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സജീവമായല്ലോ. ദാ ഹദീസുകളിൽ വ്യക്തമായി ഈ കാര്യങ്ങളൊക്കെ കാണാം. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇമാം ബൂസീരി ഇത് വർണ്ണിച്ചില്ലാത്ത കാര്യങ്ങൾ വർണ്ണിച്ചു പാടിയതല്ല, ഉള്ളത് തന്നെ അത് നല്ല അലങ്കാരത്തിൽ അവതരിപ്പിക്കുന്നു. അവിടെ കവി മനസ്സുകൾ പലപ്പോഴും സങ്കല്പമാണെങ്കിൽ, ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇമാം ബൂസീരിയുടെ സങ്കല്പത്തിന് യാഥാർത്ഥ്യത്തോട് കൂടുതൽ ദൂരമില്ല. കണ്ടോ, അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ജിഅ്തു റസൂലല്ലാഹി യൗമൻ, ഒരു ദിവസം ഞാൻ ഹബീബിന്റെ അടുത്ത് ചെന്നു. ഫവജത്തുഹു ജാലിസൻ മഅ അസ്ഹാബിഹി യുഹദ്ദിസുഹും, നബി തങ്ങൾ തന്റെ കൂട്ടുകാരോടൊപ്പം ഹദീസ് പറഞ്ഞവർക്ക് ക്ലാസ് എടുത്ത് അവിടെ ഇരിക്കുന്നുണ്ട്. വഖദ അസ്വബ ബത്നഹു ബിഇസാബ, ഒരു നാട കൊണ്ടൊരു കയറുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് വയറ് വരിഞ്ഞു മുറുക്കി കെട്ടിയിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, ഇതെന്തേ? ഞാൻ ചോദിച്ചു, എന്തിനാണ് അല്ലാഹുവിന്റെ ഹബീബ് ഇങ്ങനെ ചെയ്തത്? ഫഖാലൂ മിനൽ ജൂൽ, ഹബീബിന്റെ വാക്ക് ചുണ്ടുകളിലൂടെ ഉതിർന്നു വീഴുന്ന ഈ മുത്തുമണികൾ പെറുക്കിയെടുക്കാൻ കാത്തിരിക്കുന്ന നൂറുകണക്കിന് സഹാബ പറഞ്ഞു, മിനൽ ജൂൽ, വിശപ്പിന്റെ കടുപ്പം കൊണ്ടാണ് ഞങ്ങളുടെ നേതാവ്, നമ്മുടെ നേതാവ് ഇങ്ങനെ വയറ് മുറുക്കിക്കെട്ടാനുള്ള കാരണമെന്ന് എന്നോട് ഹബീബിന്റെ കൂട്ടുകാര്, ശിഷ്യന്മാര്, എന്റെ കൂട്ടുകാർ സഹാബാക്കിറാം പറഞ്ഞു എന്ന് ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്ന മറ്റൊരു ഹദീസ് കാണാം. അൻ ജാബിർ റളിയല്ലാഹു അൻഹു ഖാൽ മക്കസ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ലം യദുഖി തആമ സലാസ, 3 ദിവസം ഭക്ഷണത്തിന്റെ രുചി എന്താണെന്ന് അറിയാതെ അല്ലാഹുവിന്റെ റസൂല് കഴിച്ചുകൂട്ടി. 3 ദിവസം അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല. ഈ രൂപത്തിൽ അല്ലാഹുവിന്റെ റസൂല് കഴിച്ചുകൂട്ടി. അപ്പോഴാണ് ഞങ്ങൾ അവര് ഖന്തക്ക് കിടങ്ങി കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും നിങ്ങൾ ഹജ്ജിന് പോകുമ്പോൾ മസ്ജിദുൽ ഫതഹിൽ പോകും. ഖന്തക്കിന്റെ ഹദ്ദത്ത് യുദ്ധത്തിൽ കിടന്നു കയറി ശക്തമായ പ്രതിരോധം സൃഷ്ടിച്ചു നിൽക്കുന്ന ആ സഹാബാ കിറാമിനും
ഉത്തരം കിട്ടാതെ അതും ഇക്കോലത്തിന് കല്ല് വെച്ച് കെട്ടിയ സ്വഹാബാ കിറാമും നബിയും ഉത്തരം കിട്ടാതെ കഷ്ടപ്പെടുമ്പോ ആ പഴയ പള്ളിയില് ഇന്നും പഴയ പ്രതാപത്തോടുകൂടെ ആ പഴയ ഓർമ്മ നമ്മുടെ മനസ്സിലേക്ക് കോറിയിട്ടതൊന്ന് ആ പഴയ പ്രതാപത്തോടുകൂടെ ഇന്നും നിലനിൽക്കുന്ന ഒരു പള്ളിയാണ് മസ്ജിദുൽ ഫത്ഹ്. കുറെ പഴക്കമുള്ള അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴുമുള്ളത്. ആ പള്ളിയുടെ മൂലയിലാണ് അള്ളാഹുവിന്റെ ഹബീബ് ഫത്ഹ് വൈകിയപ്പം, വിജയം വൈകിയപ്പോ സുജൂദിലായി വീണ് കിടന്നിട്ട് റബ്ബേ എന്നെയും എന്റെ കൂട്ടുകാരെയും മാനം കെടുക്കല്ലേ എന്ന് പറഞ്ഞ് പൊട്ടി പൊട്ടി എന്ന് കരഞ്ഞപ്പെടാൻ യഥാർത്ഥത്തിൽ ഖന്തഖ് യുദ്ധത്തിൽ അള്ളാഹു വിജയം നൽകിയത്. ഇന്നും നിങ്ങൾ ഹജ്ജിന് പോകുന്ന സമയത്ത് അത് കാണുന്നു. അവിടെയൊക്കെ എത്തുമ്പോൾ അതൊക്കെ ഓർക്കണം. എന്നിട്ട് ആ മസ്ജിദുൽ ഫത്ഹിൽ നിന്ന് ദുആ ചെയ്യുമ്പോ അള്ളാഹുവിന്റെ ഹബീബ് കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ച പ്രാർത്ഥനയെക്കുറിച്ച് ഓർമ്മ വരണം. അള്ളാഹുവിനോട് അവിടെ വെച്ച് പൊട്ടിക്കരയാൻ നമുക്ക് കഴിയണം. അവിടെയൊക്കെ എത്തുമ്പോൾ പൊട്ടിക്കരയാത്തവരാരെങ്കിലും ഉണ്ടോ? ഒന്ന് വികാരപ്പെടാത്ത ആരെങ്കിലും ഉണ്ടാകുമോ? അള്ളാഹു ഈ സദസ്സിലുള്ള എല്ലാവർക്കും ആ സ്ഥലത്തൊക്കെ ചെല്ലാനും അവിടെ ആ സ്ഥലങ്ങളൊക്കെ ആ പുണ്യസ്ഥലങ്ങളൊക്കെ എത്തിപ്പിടിക്കാനും അവിടെയൊക്കെ ഉള്ളത് പരമാവധി അവിടെയൊക്കെ ഉള്ള പുണ്യങ്ങൾ വാരിക്കൂട്ടി കൊണ്ടുവരാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. സാധിക്കാത്തവർക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. സാധിച്ചവർക്ക് വീണ്ടും വീണ്ടും അള്ളാഹു ആ അവസരം ഒരുക്കി തരുമാറാവട്ടെ. പ്രിയപ്പെട്ട കൂട്ടുകാർ, എത്ര നല്ല ഒരു അവസരം. ഞാൻ പറയുന്നത് ഖന്തഖ് യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇക്കഴിഞ്ഞ ഹജ്ജിൽ ആ പള്ളിയിൽ ചെന്ന സമയത്ത്, മസ്ജിദുൽ ഫത്ഹിൽ ചെന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലിങ്ങനെ ഓർമ്മ വന്നുപോയി. അപ്പോൾ നാം അറിയാതെ അണമുറിയാതെ അതാ അശ്രുകടങ്ങൾ ചാലിട്ടൊഴുകും, സ്വാഭാവികമാണ്. നോക്കൂ നിങ്ങൾ, ഖന്തഖ് കിടങ്ങ് കീറുന്ന സമയത്ത് ഖന്തഖ് യുദ്ധത്തിന് വേണ്ടി കിടങ്ങ് കീറുന്ന സമയത്ത് അതാ അള്ളാഹുവിന്റെ റസൂൽ 3 ദിവസം ഭക്ഷണം കഴിച്ചിട്ടില്ല. സഹാബത്തും പട്ടിണിയിലാണ്. അവർ ചെന്നിട്ട് നബി തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ, ഇതാ ഒരു വലിയ പാറക്കല്ല് ഞങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. കിടങ്ങ് കുഴിക്കുന്നതിന് വലിയ ഒരു വിലങ്ങുതടിയായി ഒരു തടസ്സമായ ഒരു വലിയ പാറക്കല്ല്. ഇത് പൊട്ടിക്കാൻ ആർക്കും കഴിയുന്നില്ല നബിയേ എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂല് ഓടി വന്നു. എന്നിട്ട് ചോദിച്ചു, ഇതാണോ വലിയ പാറക്കല്ലാണ്? ഇവർ പരമാവധി നോക്കിയിട്ടുണ്ട്. ഇവർ പറഞ്ഞു, ഖദ് അജസത് മഅബിദുനാ അൻഹാ, ഞങ്ങളുടെ പിക്കാസുകൾക്കൊന്നും ഇതൊതുങ്ങുന്നില്ല. ഖദ് അജസത് മഅബിദുനാ അൻഹാ, ഞങ്ങളെ പിക്കാസുകൾക്കൊന്നും ഒതുങ്ങാത്ത കല്ലാണ് നബിയേ. നബി തങ്ങൾ വന്നിട്ട് പറഞ്ഞു, റുഷൂഹാ ബിൽമാ, നിങ്ങൾ അതിൽ അല്പം വെള്ളം തെളിക്കൂ. അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, അങ്ങനെ വെള്ളം തെളിച്ചിട്ട് അതാ പൊട്ടിക്കാനുള്ള ശബവാൻ അള്ളാഹുവിന്റെ ഹബീബ്. കണ്ടോ നിങ്ങൾ, ഒരു പ്രായോഗിക രൂപവും കൂടെ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. വലിയ പാറക്കല്ലുകൾ ഇന്നും നമ്മുടെ വെടിവെപ്പുകാര് തുളക്കുമ്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് അത് തുളക്കാറുള്ളത്. നബി തങ്ങൾ പറഞ്ഞു, റുഷൂഹാ ബിൽമാ, അല്പം വെള്ളമൊന്ന് കൊടയ് എന്ന് കൊടയാൻ പറഞ്ഞു. അങ്ങനെ അവർ വെള്ളം കൊടഞ്ഞു. പിന്നെ അള്ളാഹുവിന്റെ ഹബീബ് വന്നു, ഫഅഖദൽ മിഅ്വല, നബിതങ്ങളുടെ പിക്കാസ് എടുത്തു. എന്നിട്ടതാ ആഞ്ഞൊരു വെട്ടുകൊടുത്തു, ആഞ്ഞൊരു തല്ല് കൊടുത്തു ഈ പാറയ്ക്ക്. ഫഖാല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് ഫദറബ സലാസ, 3 വട്ടം നബിതങ്ങൾ കണ്ടിന്യൂ ആയി ആവർത്തിച്ച് അങ്ങടിച്ചു. തുടരെ 3 അടി അങ്ങടിച്ചപ്പോഴേക്ക് ഫസാറത്ത് കസീബാ, അത് മണൽ കൂമ്പാരമായി മാറി, പൊടിപ്പൊടിയായി, ചിന്നിച്ചിതറിപ്പോയി. ഇത് നബിതങ്ങളുടെ ശക്തിയാണ്, അള്ളാഹു കൊടുത്ത മുഅ്ജിസത്താണ്. ശരി, നമ്മുടെ വിഷയവുമായുള്ള ബന്ധം എന്താണ്? ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇതെപ്പോഴാണെന്നറിയോ നിങ്ങൾ? ഞാൻ വളരെ സൂത്രത്തിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ ശരീരത്തിലേക്ക് ആ സമയത്ത് ശ്രദ്ധിച്ചപ്പോ അപ്പോഴാണ് സുബ്ഹാനല്ലാഹ് ഫഇദാ റസൂലുള്ളാഹി ഖദ് ശദ്ദ അലാ ബത്നിഹി ഹജറാ, നബിതങ്ങളുടെ വയറ്റിലതാ ഒരു കല്ല് കെട്ടിയിട്ടുണ്ട് വിശപ്പിന്റെ കാഠിന്യം കൊണ്ട്. ആ കല്ലും തൂക്കി പിടിച്ചാണ് നബിതങ്ങൾ ഈ അടിയടിച്ചത്. അതാ 3 ദിവസമായി അല്ലാഹുവിന്റെ ഹബീബ് ഭക്ഷണം കഴിച്ചിട്ടില്ല. വശബ്ദ മിൻ സഗബിൻ അഹ്ശാഅഹു വതവ തഹ്തൽ ഹിജാറതി കശ്ഹൻ മുതറഫൽ അദമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. അല്ലാഹുവിന്റെ ഹബീബ്
ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശപ്പിന്റെ കാഠിന്യം ഇതായിരുന്നു. അഹ്ലു സുഫത്തിൽ ഒരു വിഭാഗം അല്ലാഹുവിന്റെ റസൂലിനോട് ഒരു ദിവസം ചെറിയൊരു ആവലാതി പറഞ്ഞു, നബിയേ ഞങ്ങളുടെ വയറ് കാരക്കകൾ ഉണക്കിയിരിക്കുന്നു നബിയേ. കാരക്ക തിന്ന് വയറുണങ്ങീന നബിയേ. ഒരു ചെറിയ പരാതിയാണ്. എന്നും കാരക്ക തന്നെ ആയിട്ട് നമ്മൾ ഈ ദർസിലൊക്കെ പഠിക്കുമ്പോൾ ക്യാൻറ്റീനിൽ നിന്നൊക്കെ ഭക്ഷണം കിട്ടുമ്പോൾ ഒരേ ഭക്ഷണം തന്നെ കിട്ടുമ്പോൾ ഇത് തിന്ന് മടുത്തു എന്ന് സ്വാഭാവികമായിട്ട് പറയാറുണ്ട്. അതേ രൂപത്തിൽ സുഫത്തിന്റെ അയൽക്കാർ റസൂലുള്ളാഹിന്റെ മുതഅല്ലിമീങ്ങൾ ഒരു ദിവസം പറഞ്ഞു, നബിയെ കാരക്ക ഞങ്ങളുടെ വയറുകൾ കരിച്ചു, വയറുണക്കിക്കളഞ്ഞു നബിയെ. ഇനി വേറെന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ കുഴപ്പമില്ല എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത്. അള്ളാഹുവിന്റെ റസൂൽ ഈ വിവരം കേട്ടു. അവർ പറഞ്ഞതാണ്, റസൂലുള്ളാഹിനോട് പറഞ്ഞതല്ല, അവർ പരസ്പരം പറഞ്ഞതാണ്. കാരക്ക തിന്ന് ഉണങ്ങിപ്പോയി. അപ്പോ നബിതങ്ങൾ ഈ വിവരം കേട്ടപ്പോ ഉടനെ തന്നെ ഫസഇദൽ മിമ്പറ, നബിതങ്ങൾ മിമ്പറിൽ കയറിയിട്ട് പ്രസംഗിക്കുകയാണ്. പ്രസംഗിക്കുമ്പോൾ നബിതങ്ങൾ ചോദിക്കുകയാണ്, ആരാ ഒരു സൗസിലുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, മാ ബാലു അഖ്വാമി യഖൂലൂൻ അഹറക ബുതൂനന തംർ അമാ അലിംതും അന്ന ഹാദ തംറ തആമു അഹ്ലിൽ മദീന വഖദ് വാസൈനാകും ബിമാ ഇൻദനാ. കാരക്ക തിന്നിട്ട് ഞങ്ങളെ വയറുണങ്ങിപ്പോയി എന്ന് പറഞ്ഞ സമൂഹത്തെ പറ്റി നബിതങ്ങൾ മിമ്പറിൽ വെച്ച് പ്രസംഗിച്ചു. മാബാലു അഖ്വാം, ഒരു സമുദായത്തിന്റെ ഒരു സമൂഹത്തിന്റെ അവസ്ഥ എന്താണ്? യഖൂലൂന, അവർ പറയുന്നു, അഹറക ബുതൂനന തംർ, കാരക്ക തിന്നിട്ട് വയറുണങ്ങി എന്നവർ പറയുന്നു. പക്ഷേ സംഗതിയോ, അമാലിംതും, നിങ്ങൾ അറിഞ്ഞില്ലേ, നിങ്ങൾക്കറിയൂലേ, അന്ന ഹാദ തംറ തആമു അഹ്ലിൽ മദീന, മദീനക്കാരുടെ പ്രധാന ഭക്ഷണമാണ് ഈ കാരക്ക. മദീനക്കാരുടെ, ഈ നാട്ടുകാരുടെ പ്രധാന ഭക്ഷണമാണ് ഈ കാരക്ക. അതുകൊണ്ട് വഖദ് വാസൈനാകും ബിമാ ഇൻദനാ, ആർക്കും കൊടുക്കാത്തത് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നതല്ല, നമ്മളടുത്തുള്ള പ്രധാന ഭക്ഷണം കൊണ്ടാണ് നാം നിങ്ങളെ ആശ്വസിപ്പിച്ചിരിക്കുന്നത്. വഖദ് വാസൈനാകും ബിമാ ഇൻദനാ, നമ്മുടെ അടുത്തുള്ള പ്രധാന ഭക്ഷണം കൊണ്ടാ നാം നിങ്ങളെ ആശ്വസിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞോ, പറഞ്ഞെങ്കിൽ അത് തിരുത്തണം. നബിതങ്ങൾ തുടർന്നു, ഇനി കേട്ടോ, നിങ്ങൾക്ക് കാരക്ക തന്ന് ഞാൻ അടിപൊളി ഭക്ഷണം കഴിക്കുകയാണെന്ന് കരുതിയോ? ഉസ്താദ് ഉഷാറായിട്ട് ഭക്ഷണം കഴിക്കുന്നു, ഉസ്താദ് കോഴി ഇറച്ചിയൊക്കെ തിന്ന് കഴിയുന്നു എന്നിട്ട് കരുതിയോ? കേട്ടോ, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദി, മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ, മുഹമ്മദിന്റെ ശരീരം ആരുടെ കയ്യിലാണോ, ആരുടെ നിയന്ത്രണത്തിലാണോ, ആ റബ്ബ് സാക്ഷി. മുൻദു ശഹ്റൈൻ ലം യർതഫിഉ മിൻ ബൈതി റസൂലില്ലാഹി ദുഖാനുൽ ലിൽ ഖുബ്സ്, നിങ്ങളുടെ ഉസ്താദ് അല്ലാഹുവിന്റെ റസൂലായ ഞാനില്ലേ, എന്റെ വീട്ടിൽ നിന്ന് 2 മാസമായി റൊട്ടിയുടെ പുക ഉയർന്നിട്ടില്ല. റൊട്ടി ചുട്ട പുക എന്റെ വീട്ടിൽ ഉയർന്നിട്ട് 2 മാസമായി. വലൈസലഹും ഇല്ലല്ല സുബദാൻ, എനിക്കും എന്റെ കുടുംബത്തിനും 2 കറുത്ത ഭക്ഷണങ്ങൾ മാത്രമാണുള്ളത്. അത്തംറു വൽ മാ, വെള്ളവും കാരക്കയും കുടിച്ചാണ് 2 മാസം ഞാൻ തള്ളി നീക്കിയത്, നിങ്ങളറിയോ? എന്നിട്ടാണ് നിങ്ങൾ കുറച്ചു ദിവസം കാരക്ക കിട്ടിയപ്പോഴേക്ക് അഹറക ബുതൂനന തംർ എന്ന് പറഞ്ഞു പോയതോ? അല്ലാഹുവിന്റെ റസൂലിന്റെ വിശപ്പിന്റെ കാഠിന്യം എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് ഇതിൽ നിന്നൊക്കെ നമുക്ക് ഉൾക്കൊള്ളാം. മാത്രമല്ല, ഹബീബ് മാത്രമല്ല, തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരും ഇതേ രൂപത്തിൽ വിശപ്പ് സഹിച്ചിരുന്നു. ഞാൻ ഇവിടെ വെച്ച് സംഭവങ്ങൾ പറയാൻ നിന്നാൽ ദിവസങ്ങളോളം പറയാൻ പറ്റുന്നത്ര സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പൊട്ടി പൊട്ടി കരഞ്ഞു പോകുന്ന തരത്തിലുള്ള സംഭവങ്ങളുണ്ട്. ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ട്. സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് അന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി. ബഹുമാനപ്പെട്ട അനസ് ഇബ്നു മാലിക് പറയുന്നു, മർറബിനാ ലയാരിൻ വനഹ്നു ഫീ ശിദ്ദത്തിൻ മിനൽ ജൂഅ്, ഞങ്ങൾ ശക്തമായ പട്ടിണിയിലാണ്. അങ്ങനെ രാവുകൾ പിന്നിട്ടിട്ടുണ്ട്. മർറബിനാ ലയാലിൻ വനഹ്നു ഫീ ശിദ്ദത്തിൻ മിനൽ ജൂഅ് മഅ റസൂലില്ലാഹി, അല്ലാഹുവിന്റെ റസൂലിനോട് കൂടെ ജീവിക്കുകയാണ്. ആ സമയത്ത് അതാ ഒരു പെണ്ണൊരു കറുത്ത പെണ്ണ് വന്നു. അവൾ എന്താ, പത്തിരിയുണ്ട് അവൾ കൊണ്ടുവന്ന പ്ലേറ്റിൽ. പത്തിരിയുള്ള ഒരു പ്ലേറ്റുമായി അവൾ വന്നപ്പോ അത് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ബഹുമാന പുരസ്സരം ആ പ്ലേറ്റ് കൊണ്ടുവന്ന് വെച്ചെടുത്തു റസൂലുള്ളാഹിക്ക് ഹദിയയായിട്ട്. ഈ പെണ്ണ് മറ്റൊരു വീട്ടിലെ അടിമ സ്ത്രീയാ.
അവളെ വേലക്കാരിയുടെ അടുത്ത് ആ വീട്ടുകാർ കൊടുത്തയക്കുന്നതാ. ഇത് റസൂലുള്ളാഹിന്റെ മുമ്പിൽ എന്ന് വെച്ചപ്പോ അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചത്രേ, ഫഖാല ലഹാ അഹാദാ സദഖത്തുൻ അം ഹദിയ, ഇത് സക്കാത്താണോ അതോ ഹദിയയാണോ? സക്കാത്താണെങ്കിൽ ഞങ്ങൾക്ക് തിന്നാൻ പറ്റൂല. ഫഇന്നാല മുഹമ്മദിൻ ലാ യഅകുലൂന സദഖ, സക്കാത്തിന്റെ മുതൽ തിന്നാൻ മുഹമ്മദിന്റെ കുടുംബത്തിന് പറ്റില്ല, അഹ്ലു ബൈത്തിന് പറ്റില്ല. അതുകൊണ്ട് സദഖയാണെങ്കിൽ സക്കാത്താണെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരരുത്. ഇത് സക്കാത്താണോ അതോ ഹദിയയാണോ? ഉടനെ തന്നെ പറഞ്ഞു, ലാ ഇൽമ ലനാ യാ റസൂലല്ലാഹ്, അതൊന്നും നമ്മക്കറിയൂല നബിയെ, നിങ്ങൾക്ക് വേണ്ടി തന്നതാണ്, അത്രേ അറിയൂ. നബി തങ്ങൾ പറഞ്ഞു, ഇത്രയും വിശന്ന നേരത്താണ് ഈ സൂക്ഷ്മത, അതും കൂടെ ചിന്തിക്കണം. നബി തങ്ങൾ പറഞ്ഞു, എന്നാ ഫദ്ഹബീബിഹി ഫസ്അലി അഹ്ലകി, ഈ ഭക്ഷണവുമായിട്ട് നീ തിരിച്ചുപോയി നിന്റെ കുടുംബത്തോട് ചോദിച്ചിട്ട് വാ. അങ്ങനെ ഈ പെണ്ണ് തിരിച്ചുപോയി. ആ പെണ്ണ് ഫറജഅതു ബിത്വാം, ഭക്ഷണവുമായി തിരിച്ചു വരുന്നു. ഭക്ഷണവുമായി തിരിച്ചു വരുമ്പോ ജനങ്ങളൊക്കെ ആ ഭക്ഷണത്തിലേക്ക് ഇങ്ങനെ നോക്കുന്നു. വഹും ഫീ ശിദ്ദത്തിൽ ഹാജതീരൈ, അവർ വല്ലാഫി ആയത്തിൽ ഹാജതീരൈ, അങ്ങേറ്റത്തെ ആവശ്യമുണ്ടത് കിട്ടിയാൽ ഉടനെ തിന്നണമെന്ന് അവരുടെ മനസ്സിലുണ്ട്. അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂല് ഞങ്ങളുടെ സദസ്സിലേക്ക് ഇത് കൊണ്ടുവരുമ്പോ ഇത് വളരെ സന്തോഷപൂർവ്വം ഞങ്ങൾ വീട്ടിലുള്ള അനസ് റളിയല്ലാഹു റസൂലുള്ളാഹിയുടെ വീട്ടിലുള്ള നബിതങ്ങളുടെ 10 കൊല്ലം ദീർഘമായി നബിതങ്ങളുടെ നിങ്ങൾക്ക് വേണ്ടി തന്നതാണ്, അത്രേ അറിയൂ. നബിതങ്ങൾ പറഞ്ഞു, ഇത്രയും വിശന്ന നേരത്താണ് ഈ സൂക്ഷ്മത, അതും കൂടെ ചിന്തിക്കണം. നബിതങ്ങൾ പറഞ്ഞു, എന്നാ ഫദ്ഹബീബിഹി ഫസ്അലി അഹ്ലകി, ഈ ഭക്ഷണവുമായിട്ട് നീ തിരിച്ചുപോയി നിന്റെ കുടുംബത്തോട് ചോദിച്ചിട്ട് വാ. അങ്ങനെ ഈ പെണ്ണ് തിരിച്ചുപോയി. ആ പെണ്ണ് ഫറജഅതു ബിത്വാം, ഭക്ഷണവുമായി തിരിച്ചു വരുന്നു. ഭക്ഷണവുമായി തിരിച്ചു വരുമ്പോ ജനങ്ങളൊക്കെ ആ ഭക്ഷണത്തിലേക്ക് ഇങ്ങനെ നോക്കുന്നു. വഹും ഫീ ശിദ്ദത്തിൽ ഹാജതീരൈ, അവർ വല്ലാഫി ആയത്തിൽ ഹാജതീരൈ, അങ്ങേറ്റത്തെ ആവശ്യമുണ്ടത് കിട്ടിയാൽ ഉടനെ തിന്നണമെന്ന് അവരുടെ മനസ്സിലുണ്ട്. അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂല് ഞങ്ങളുടെ സദസ്സിലേക്ക് ഇത് കൊണ്ടുവരുമ്പോ ഇത് വളരെ സന്തോഷപൂർവ്വം ഞങ്ങൾ വീട്ടിലുള്ള അനസ് റളിയല്ലാഹു റസൂലുള്ളാഹിയുടെ വീട്ടിലുള്ള നബിതങ്ങളുടെ 10 കൊല്ലം ദീർഘമായി നബിതങ്ങളുടെ ഓഫീസ് ബോയിയായി എന്ന വാക്കുപോലും കേൾക്കാതെ ജീവിച്ച മഹാനാണ്. ആ മഹാൻ പറയുന്നു, ഞങ്ങളൊക്കെ വീട്ടുകാരൊക്കെ ഇത് തിന്നാം എന്ന ആവേശത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നബി ഉമ്മു സുലൈമിനെ വിളിച്ചു. വീട്ടിലുള്ള ഉമ്മു സുലൈമിനെ വിളിച്ചിട്ട് നബി പറഞ്ഞു, ഉമ്മു സുലൈം, യാ ഉമ്മ സുലൈം, ഇദ്ഹബി ബിഹാദ തആമി ഇലാ ആലി ഹംസ, ഹംസത്തിന്റെ കുടുംബത്തിന് കൊണ്ടുപോയി കൊടുക്കുക. ഫഇന്നഹും വല്ലാഹി ഖദ് ജാഉ ഖബ്ലനാ ബിഅയ്യാം, അവര് നമ്മുടെയും എത്രയോ ദിവസം മുമ്പ് പട്ടിണി കിടക്കുന്നവരാണ്. അല്ലാഹുവാണ് സത്യം. ഫഇന്നഹും വല്ലാഹി ഖദ് ജാഉ ഖബ്ലനാ ബിഅയ്യാം, നമ്മളെയും എത്രയോ ദിവസം മുമ്പ് പട്ടിണി കിടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഹംസത്തിന്റെ കുടുംബത്തെ ആശ്വസിപ്പിക്കാം. ഉമ്മു സുലൈമെ, നമുക്ക് പിന്നെ കഴിക്കാം. അല്ലാഹുവിന്റെ റസൂല് തന്റെ ശരീരത്തെക്കാൾ തന്റെ കുടുംബത്തെക്കാൾ മറ്റുള്ളവരെ തെരഞ്ഞെടുത്ത സമയത്ത് കുടുംബം തന്നെയാണ്. പക്ഷേ നേരെയുള്ള കുടുംബത്തിനെ മാറ്റി നിർത്തിയിട്ട് ഹംസത്തിന്റെ കുടുംബത്തിന് കൊടുത്തയക്കുന്ന സമയത്ത് അതാ ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക്, ഹംസത്തിന്റെ കുടുംബത്തിലേക്ക് ഇത് കൊണ്ടുപോകുമ്പോൾ ആ സദസ്സിലുള്ളവർ തളരുന്നുണ്ട്. പക്ഷേ ഹബീബല്ലേ, ഉടനെ തന്നെ റസൂലുള്ളാഹി തങ്ങൾ ഇത് കൊടുത്തയച്ചു. ഉടനെ തന്നെ ഉമ്മു സുലൈമിന്റെ അടുത്ത് കൊടുത്തയച്ചതിന്റെ ശേഷം റസൂലുള്ളാഹി തങ്ങൾ ഒരു ആത്മാർത്ഥമായ ഒരു ദുആ, അല്ലാഹുമ്മ ഇന്നക തഅലമു അന്നി ഖദ്ദംതു ജൂഅ ആലി ഹംസ അലാ ജൂഇ അഹ്ലി ബൈതി, ഹംസത്തിന്റെ കുടുംബത്തിന്റെ വിശപ്പ് എന്റെ സ്വന്തം കുടുംബത്തെക്കാൾ ഞാൻ മുന്തിച്ചിട്ടുണ്ടെന്ന് നിനക്കറിയാം പടച്ചവനെ. അതിനാണ് ഞാൻ പ്രാമുഖ്യം കൊടുത്തത്, അതിനാണ് ഞാൻ 1-ാം സ്ഥാനം കൊടുത്തത്. ഇബ്തിഗാ അല്ലക, ഇത് നിന്റെ കാരുണ്യം കരുതിയാണ് റബ്ബേ, നിന്റെ പ്രതിഫലം ആഗ്രഹിച്ചാണ് റബ്ബേ, നീ ഖായിബാക്കരുത് കേട്ടോ. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങൾ കണ്ണുകൊണ്ടങ്ങ് കണ്ടു. ഫമാ അതമ്മ ദുആഅഹു ഹത്താ ഫതഹ അല്ലാഹു അലാ അഹ്ലി ബൈതിഹി മിൻ ഹൈസു ലാ യശ്ഉറൂൻ. അപ്പോഴല്ലേ നബി തങ്ങളുടെ ദുആ കഴിഞ്ഞിട്ടില്ല, അതിന്റെ മുമ്പ് നബി തങ്ങളുടെ കുടുംബത്തിന് അല്ലാഹു ഒന്നായിട്ട് വലിയൊരു സൗഭാഗ്യം കൊണ്ടുവന്ന് തട്ടി. ഹത്താ ഫതഹ അല്ലാഹു അലൈഹി അലാ അഹ്ലി ബൈതിഹി മിൻ ഹൈസു ലാ യശ്ഉറൂൻ. അവരറിയാത്ത മാർഗത്തിലൂടെ അല്ലാഹുവിന്റെ റസൂലിന്റെ അഹ്ലു ബൈത്തിന് അല്ലാഹു തആല ഇതാ കരിഞ്ഞരുളുകയാണ്. ഒരുപാട് അനുഗ്രഹങ്ങൾ. എന്തേ? വഇദാ ബിഹിംലൈനി മിൻ തംറിൻ വതആം, ഭക്ഷണങ്ങൾ തംറിൻ വതആമിൻ മിൻ ഇൻദി അബ്ദുറഹ്മാൻ ബിൻ ഔഫ്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് എന്ന് പറയുന്ന ഏറ്റവും വലിയ മുതലാളി, സഹാബിമാരുടെ കൂട്ടത്തിലെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് എന്ന മുതലാളിയുടെ വീട്ടിൽ നിന്നതാ 2 ലോഡ് ഭക്ഷണവും കാരക്കയും റസൂലുള്ളാഹിന്റെ വീട്ടിൽ വന്നിറങ്ങി. ഇത് കൊടുത്തതിന്റെ ബർക്കത്ത് കൊണ്ട് ഉടനെ തന്നെ കിട്ടുകയാണ്. കൊടുത്തോളൂ, നിങ്ങൾക്ക് അല്ലാഹു കൂടുതൽ തരും എന്ന് പറഞ്ഞത് ശരിക്കും അങ്ങോട്ട് ബോധ്യപ്പെടുകയാണ്. ഇതാ കൊടുത്ത് അയച്ചപ്പോഴേക്ക് നബി ഈ ദുആ കണ്ട് കഴിഞ്ഞപ്പോഴേക്ക് അതാ അബ്ദുറഹ്മാൻ ബിൻ ഔഫിന്റെ അടുത്തുനിന്ന് 2 ലോഡ്
വൈദാ ബിഹിംലൈനി മിൻ തംറിൻ വതആം മിൻ ഇൻദി അബ്ദുറഹ്മാൻ ബിൻ ഔഫ്. കാരക്കയും മറ്റു ഭക്ഷണങ്ങളുമൊക്കെ ആയിട്ട് അവിടെ എത്തിയപ്പോ ഉമ്മു സുലൈം മടങ്ങി വന്നു. ആലു ഹംസത്തിന്റെ വീട്ടിലേക്ക് വിട്ട ഉമ്മു സുലൈം മടങ്ങി വന്നു. ഞങ്ങൾക്കൊക്കെ സന്തോഷമായി. കാരണം ഇനി ഇത് ഞങ്ങൾക്ക് സുഖമായിട്ട് കഴിക്കാലോ. ഉമ്മു സുലൈം തിരിച്ചു വന്നപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇത് ഹബീബിഹി ഇലാ ആലി അബ്ബാസ്, ഇത് നീ അബ്ബാസിന്റെ കുടുംബത്തിനെത്തിക്ക്. അവരെത്രയോ ദിവസം മുമ്പ് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി ഇത് അബ്ബാസിന്റെ കുടുംബത്തിനെത്തിച്ചു കൊടുക്കണം. എന്നിട്ട് അവിടെ നിന്ന് പോരുമ്പം ഇത് മുഴുവൻ കൊടുത്തിട്ടില്ല, കുറച്ചവിടെ എടുത്തു വെച്ച് എന്നിട്ട് പറഞ്ഞു ഫതീന ബിർറഹ, അവിടുന്ന് പോരുമ്പോ രാസങ്കല്ലും കൊണ്ടുവരണം ഗോതമ്പ് പൊടിക്കാൻ. അതും പറഞ്ഞു. അങ്ങനെയതാ ഫഖറജത് ഫാതത് ബിർറഹൽ ഊല, ഒന്നാമത്തെ ആസുങ്കല്ലുമായി തിരിച്ചു വന്നു ബഹുമാനപ്പെട്ടവർ. എന്നിട്ട് ഒരു കല്ലും കൂടെ കൊണ്ടുവരട്ടെ എന്ന് കരുതി. പിന്നെ വേറെ ഒരു കല്ലും കൂടെ എടുത്തുകൊണ്ടുവന്ന് വരുമ്പോ ആ കല്ല് താങ്ങിപ്പിടിച്ച് പോരുമ്പോ ബഹുമാനപ്പെട്ട ഉമ്മു സുലൈമിന്റെ കാലിൽ വീണു. ഉമ്മു സുലൈമിന്റെ കാല് മുറിഞ്ഞുപോയി. രക്തം ധാരധാരയായി ഒഴുകി. എന്താ തള്ളവിരലാ മുറിഞ്ഞത്, അത് മുറിഞ്ഞ് രക്തം വരാൻ തുടങ്ങി. മിൻ ഇബ്ഹാമിഹ, തന്റെ തള്ളവിരല് പൊട്ടി രക്തം വരുന്നു. ഉടനെ തന്റെ നബിതങ്ങൾ അതാ കടന്നു വരുമ്പോൾ രക്തമൊലിച്ച് കടന്നു വരുന്ന ഉമ്മു സുലൈമിനോട് ചോദിച്ചു, മാഹാദായ ഉമ്മ സുലൈം, എന്തു പറ്റി ഉമ്മു സുലൈം, ഇതെന്താണ് ഉമ്മു സുലൈം? ഖാലത് യാ നബിയല്ലാഹ് സഖത അലാ റിജ്ലി അർറഹ, നബിയേ എന്റെ കാലിലേക്ക് ഈ കല്ല് വീണതാണ് നബിയേ. ഇത് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യുമ്പോൾ ഇത് വീണ് എന്റെ കാല് പൊട്ടിയതാണ്. അല്ലാഹുവിന്റെ ഹബീബ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, പിന്നെയും ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ഇന്ന ഉമ്മ സുലൈം കാനത് ഫീ ഹവായിജി അഹ്ലി നബുവ വ ഖിദ്മതിഹിം അല്ലാഹുമ്മ അശ്ഫിഹാ അല്ലാഹുമ്മ അശ്ഫിഹാ അല്ലാഹുമ്മ അശ്ഫിഹാ ഫമാ അതമ്മ ദുആഅഹു ഹത്താ ബരിഅത് റിജ്ലുഹാ ഫലം യകുൻ ബിഹാ അലം. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് ഉദ്ധരിച്ചത്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പഠിച്ചവനെ ഈ ഉമ്മു സുലൈം കാനത്ത് ഫീ ഹവായിജി അഹ്ലി നബുവ, പ്രവാചക കുടുംബത്തിന്റെ ആവശ്യങ്ങൾ നിർവഹിച്ച് ഖിദ്മത്ത് ചെയ്ത് കഴിഞ്ഞുകൂടുകയാണ്. വഖിദ്മത്തിയും അവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്ത് ഇവിടെ കൂടുകയാണ്. ആ പാവപ്പെട്ട പെണ്ണിനൊരു അപകടം തട്ടിയിരിക്കുന്നു. അല്ലാഹുമ്മ അശ്ഫിഹാ, അതുകൊണ്ട് പടച്ചോനെ നീ സുഖപ്പെടുത്തണം അവളെ. അല്ലാഹുമ്മ അശ്ഫിഹാ അല്ലാഹുമ്മ അശ്ഫിഹാ, സുഖപ്പെടുത്തു റബ്ബേ എന്ന് ദുആ ചെയ്തപ്പം ഫമാ അതമ്മ ദുആഅഹു, നബിയുടെ ഈ ദുആ നബി പൂർത്തീകരിച്ചില്ല. ഹത്താ ബരിഅത് റിജ്ലുഹാ ഫലം യകും ബിഹാ അലമുൻ, അശേഷം വേദനയില്ലാതെ ബഹുമാനപ്പെട്ടവരുടെ കാല് സുഖപ്പെട്ടു പോയി. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇൻഷാ അല്ലാഹ് ഇനി നബി തങ്ങളുടെ പ്രപഞ്ചത്യാഗം നാളെ നമുക്ക് പറയാനുള്ളതാണ്. നല്ല രൂപത്തിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യണം. ഇഷ്ടം പോലെ സംഭവങ്ങൾ, പക്ഷെ സമയം കിട്ടുന്നില്ലല്ലോ ഇതെല്ലാം പറയാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്പമെങ്കിലും ചിന്തിച്ച് ജീവിതം തിരുത്തുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അതാണ് ഈ പറഞ്ഞത്, വശദ്ദ മിൻ സഗബിൻ അഹ്ശാഅഹു വതബാ തഹ്തൽ ഹിജാറതി കശ്ഹൻ മുത്രഫൽ അദബി, മിനുമുനുത്ത ചർമ്മമുള്ള തന്റെ ഊരയെ റോസാപ്പൂ പോലെ മിനുസമുള്ള ശരീരം. അതിന് ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി മറ്റെടുത്ത് പറയുന്നുണ്ട്, കസ്സഹിരി ഫീ തറഫി, ഓമനത്വത്തിന്റെ വിഷയത്തിൽ, നൈർമല്യത്തിന്റെ വിഷയത്തിൽ നബിതങ്ങളൊരു പൂ പോലെയാണ് തൊട്ടാൽ ശരീരത്തിൽ. കസ്സഹിരി ഫീ തറഫി വൽബദിരി ഫീ ശറഫി വൽബഹിരി ഫീ കറമി. ഓമനത്തിന്റെ വിഷയത്തിൽ നബിതങ്ങൾ ഒരു പുഷ്പം പോലെയാണ്. വൽ ബദ്രി ഫീ ശറഫി, ഔന്നിത്യത്തിന്റെ വിഷയത്തിൽ ഒരു പൂർണ്ണ പൗർണമിയെ പോലെയാണ്. വൽ ബഹരി ഫീ കറമി, ഔദാര്യത്തിന്റെ ധർമ്മത്തിന്റെ വിഷയത്തിൽ നബിതങ്ങൾ കടലമ്മയെ പോലെയാണ്. വൽ ബഹരി ഫീ കറമി വദ്ദഹരി ഫീ ഹിമമി, മനക്കരുത്തിന്റെ വിഷയത്തിൽ കാലത്തെ വെല്ലുന്ന മനക്കരുത്താൻ. വദ്ദഹരി ഫീ ഹിമമി, എത്ര ആവർത്തി ചെല്ലിയാലും മടുപ്പ് വരാത്ത പദ്യങ്ങൾ. എന്താണ് ആ പദ്യങ്ങളുടെ ചൊല്ലാൻ തന്നെ ഉള്ള ഒരു ഒഴുക്ക്, അതിൻ്റെ ഒരു സൗന്ദര്യം. ഇൻഷാ അല്ലാഹ് അങ്ങോട്ടൊക്കെ എത്തണം, നമ്മുടെ ചർച്ച അങ്ങോട്ട് എത്തണം. അള്ളാഹു സഹായിക്കുമാറാവട്ടെ. പക്ഷേ നമ്മുടെ ഈ 7 ദിവസം കൊണ്ട് ഇത് എന്ത് ചെയ്യുന്നുള്ള ബേജാറിലാണ് നമ്മളുള്ളത്. എന്തായാലും എവിടെയും എത്തിക്കാൻ കഴിയൂലല്ലോ എന്നുള്ള വിഷമം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട സയ്യിദ് അവർക്ക് ദുആ ചെയ്യാനുള്ളത് കൊണ്ട് ദുആ ചുരുക്കുകയാണ്, കാരണം സമയം വൈകിയതുകൊണ്ട്. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ഒരു സാലിഹായ അമലായി സ്വീകരിക്കണേ റഹ്മാനെ.
ഹബീബിന്റെ ജീവിതത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ജീവിതം തിരുത്തുന്നവരിൽ ഞങ്ങളെ നീ പെടുത്തണേ റഹ്മാനെ. ഇമാം ബൂസീരിയോടൊപ്പം സ്വർഗ്ഗത്തിൽ ഹബീബിന്റെ ഓരത്ത് ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.